ആയാലും ഒരു സർവീസിനായാലും ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ആയിരിക്കും വേറെ ഒരാളുടെ ആസ്പെക്റ്റില്. അപ്പൊ നമ്മൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം ഒരു പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കേണ്ടത് അല്ലേ. അപ്പൊ അതേ കാഴ്ചപ്പാട് തന്നെയായിരിക്കോ വേറൊരു കൺസ്യൂമറിന് ഉണ്ടായിരിക്കുന്നത്? ഡിഫറെന്റ് അല്ലേ. ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുള്ളത് ഡിഫറെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ ജാസ്മിൻ, തുഷാര, ഷാരോൺ? ക്ലിയർ ആ മിസ്സേ. ഓക്കെ, അപ്പൊ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു സർവീസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ വാട്ട് ഈസ് നാബ്? NABH, നാബ്. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ, കമ്മിങ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ തരാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, വാട്ട് ഈസ് നാബ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇതാണ് നാബിന്റെ ഫുൾ ഫോം. ഓക്കെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. എന്താണ് നാബ്? അതായത് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കായിട്ട് ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടകമാണ്, ഒരു ബോർഡാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ബോർഡാണ് നാബ്, NABH. ക്ലിയർ ആണോ? ഇത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാബ് ക്ലിയർ ആയോ? എന്താണ് നാബ്? ഫുൾ ഫോം എന്താ നാബ്? NABH. Can you say ഷാരോൺ? രമ്യാണോ? രമ്യ. Who is this? ഷാരോൺ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ മിസ്. Can you say? Jasmine. National Accreditation. What is now NABH? National Accreditation Board for Hospital and Healthcare providers. Tushara, what is now? Okay. തുഷാരക്ക് ക്ലിയർ ആയോ? National Accreditation for Hospital and Healthcare Providers. ഓക്കെ. അതായത് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്ക് ഓരോ ബോർഡ് ഉണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഉണ്ട്. അങ്ങനെയുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറയാൻ പോകുന്നത് ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, അതിൽ ക്വാളിറ്റി അഷുറൻസ്, വാട്ട് ഈസ് ക്വാളിറ്റി അഷുറൻസ്? എന്താണ് ക്വാളിറ്റി അഷുറൻസ്? ഓക്കെ, ക്വാളിറ്റി അഷുറൻസ് മീൻസ് QA. QA എന്ന് എവിടെ കണ്ടാലും എന്താണത്? ക്വാളിറ്റി അഷുറൻസ്. ഓക്കെ, QA. Quality assurance is part of quality management centered on providing confidence that quality requirements will be satisfied. അതായത് എന്താ പറയുന്നത്? ക്വാളിറ്റി, നമുക്കിപ്പോ ഒരു ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഉണ്ട്, പല ആവശ്യങ്ങളുമുണ്ട്. ഒരു കൺസ്യൂമറിന് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് പലതരം ആവശ്യങ്ങളുമുണ്ട് അല്ലെ. ആ ക്വാളിറ്റി റിക്വയർമെന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കോൺഫിഡൻസ് നൽകുന്ന ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്. ഈ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി അഷുറൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ഗുണനിലവാരം ഉറപ്പുവരുത്തൽ അല്ലെ, ക്വാളിറ്റി അഷുറൻസ്. Any doubt? No, teacher. Okay, അപ്പോൾ what is QA? Quality Assurance. ക്വാളിറ്റി അഷുറൻസ്. എന്താണ് ക്വാളിറ്റി അഷുറൻസിൽ പറയുന്നത്?
സ്ക്രീൻ മിസ്സിംഗ് ആണല്ലേ. ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് ക്വാളിറ്റി അഷുറൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ റിക്വയർമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരാണ്? ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് ക്വാളിറ്റി അഷുറൻസ്. Then what is quality improvement? Is QI. Okay, QI, quality improvement. QA എന്തായിരുന്നു? ക്വാളിറ്റി അഷുറൻസ്. ഓക്കെ, then QI, quality improvement. Quality improvement is an ongoing response to quality evaluation data about a service in ways that enhance the process by which services are given to consumers or patients. എന്താണ് QI? തുഷാര, what is QI? സ്ക്രീൻ നോട്ട് ഇല്ല കയ്യിൽ. It's an ongoing response. Quality improvement. ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം. നോട്ട്സ് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി അത് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ലിസൺ ചെയ്തിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞോട്ടെ, നോട്ട്സ് വന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. Yes, teacher. മതിയോ അങ്ങനെ? Okay. ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. അപ്പൊ ക്വാളിറ്റി അഷുറൻസ് എന്തായിരുന്നു? നമുക്ക് പലതരത്തിലുള്ള ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരാളുടെ കാഴ്ചപ്പാടിലുള്ള ക്വാളിറ്റീസ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് വേണ്ടത്. അയാളുടെ റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ക്വാളിറ്റി റിക്വയർമെന്റ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് ക്വാളിറ്റി അഷുറൻസ്. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ആണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓക്കെ, QI. What is QI? ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇംപ്രൂവ് ചെയ്യുക, മെച്ചപ്പെടുത്തുക അല്ലേ? ക്വാളിറ്റി മെച്ചപ്പെടുത്തുക. ഓക്കെ, ഗുണമേന്മ മെച്ചപ്പെടുത്തുക, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് നമ്മൾ പേഷ്യന്റിന് നൽകുന്ന സേവനങ്ങൾ സർവീസിനെ കുറിച്ച് ക്വാളിറ്റീസ്, ഓക്കെ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റീസിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മെച്ചപ്പെടുത്തുന്നത്, ക്വാളിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താം, എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു പേഷ്യന്റിനായിക്കോട്ടെ അല്ലെങ്കിൽ കസ്റ്റമറിനായിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ്. പ്ലീസ് റെസ്പോണ്ട്. ഷാരോൺ, തുഷാര, കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. കേൾക്കാം ടീച്ചർ, കേൾക്കാം. ഓക്കെ, കേൾക്കാം ടീച്ചർ, കേൾക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഒന്ന് റെസ്പോണ്ട് ചെയ്യാട്ടോ ചോദിക്കുമ്പോ. ജസ്റ്റ് തമ്പെങ്കിലും ഒന്ന് ഇട്ടാ മതി, അപ്പൊ എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? വിസിബിൾ അല്ലേ? കാണാം ടീച്ചർ, കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനെ കുറിച്ചാണ്. എന്താണ്? ഇറ്റ്സ് an ongoing response to quality evaluation data about a service in ways that enhance the process by which services are given to consumer or patients. ഓക്കെ, നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സിന്റെയും പേഷ്യൻസിന്റെയും. ഓക്കെ,
പലതരം റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ്സ് നമുക്ക് എങ്ങനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാം, എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം, ആ ക്വാളിറ്റീസ് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം. ആ പോയിന്റ് ക്ലിയർ ആണോ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓക്കെ 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 ജസ്റ്റ്. Then what's next? Total quality management. That is TQM. Total quality management. Okay. TQM is a system of management centered on the principle that every member of staff should be committed to keeping high standards of work in every aspect of a hospital's operations. എന്താ പറയുന്നത്? What is TQM? Total Quality Management. Okay, that's TQM. എന്താ TQM പറയുന്നത്? Okay. ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്തേണ്ടത് ആരുടെ ഇമ്പോർട്ടൻസ് ആണ്? ഓരോ ജീവനക്കാരുടെയും അല്ലെ, ഓരോ വർക്കേഴ്സും അതിന് കമ്മിറ്റഡ് ആണ് അല്ലേ? ഹോസ്പിറ്റൽ സർവീസ് നല്ല രീതിയിലായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അതിന്റെ ക്വാളിറ്റീസ് നല്ലതായിരിക്കണം അല്ലേ? അപ്പൊ ഈ പ്രിൻസിപ്പിളിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് സംവിധാനമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആണോ? ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസസും എങ്ങനെയായിരിക്കണം? ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അത് ആരുടെ കമ്മിറ്റ്മെന്റ് ആണ്, ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? അവിടെ വർക്ക് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആണ്. ഈ പ്രിൻസിപ്പിളിൽ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് സംവിധാനമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആയോ ഇത് എന്ന് കരുതുന്നു. നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് എന്താണ്? ടോട്ടൽ ക്വാളിറ്റി കെയർ ഇസ് എ പ്രോസസ് ടു മീറ്റ് ഓർ എക്സീഡ് ദ നീഡ്സ് ആൻഡ് ഹോപ്സ് ഓഫ് ദ കസ്റ്റമർ. എന്താ അതിൽ പറയുന്നത്? ടോട്ടൽ ക്വാളിറ്റി കെയർ എന്താണ്? ടോട്ടൽ ക്വാളിറ്റി കെയറിൽ പറയുന്നത് സമ്പൂർണ്ണ ഗുണനിലവാരത്തിനുള്ള പരിചരണം, കെയർ. ഒരു കസ്റ്റമറിന്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് നീഡ്സ് ആൻഡ് ഹോപ്സ് ഒക്കെ ഉണ്ട്, നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ നീഡ്സ് അല്ലെങ്കിൽ ഈ പ്രതീക്ഷകളൊക്കെ നിരന്തരം എൻഹാൻസ് ചെയ്യപ്പെടുന്നത്, മെച്ചപ്പെടുത്താനായിട്ട് അതിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എല്ലാ കെയറും അതിന് കൊടുക്കുക. ഇതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ഒരു പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങൾ നീഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഹോപ്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ ഇത്? Yes, teacher. Okay. Then what's next? Quality control, QC. QC is a procedure or set of procedures that intends to make sure that medical service adheres to a defined set of quality criteria or meet the requirements of the client or customers. എന്താണ് ക്വാളിറ്റി കൺട്രോൾ പറയുന്നത്? That is QC. QC, ക്വാളിറ്റി കൺട്രോൾ. QA എന്തായിരുന്നു? QA Quality assurance. Quality assurance. Then QI. What's QI? Quality improvement. Quality improvement. Then one more is there. TQM. TQM. Total quality management. Total quality management. Quality control. Next എന്താണ്? ക്വാളിറ്റി കൺട്രോൾ. വാട്ട് ഈസ് ക്വാളിറ്റി കൺട്രോൾ? ഗുണമേന്മ നിയന്ത്രണം. ക്വാളിറ്റി കൺട്രോൾ അതെന്താണ്? ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് മെച്ചപ്പെട്ട സേവനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ?
ഒരു ക്ലയന്റിന്റെ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ അവരുടെ റിക്വയർമെന്റ്സ് ഒക്കെ നിറവേറ്റുന്നതിന് വേണ്ടി മെഡിക്കൽ സർവീസ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, ഒരു ഗുണമേന്മ മാനദണ്ഡമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക. ഇതാണ് ക്വാളിറ്റി ചെയ്തിട്ടുള്ള ഓക്കെ. അപ്പൊ ISO 9000, ISO, വാട്ട് ഈസ് ISO? ISO നമ്മൾ ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അറിയാവുന്ന വാട്ട് ഈസ് ISO? എന്താണ് ISO? ജാസ്മിൻ, ISO എന്താണ്? International Organization. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ അല്ലേ? പറയൂ, പറഞ്ഞോളൂ. എന്താണ്? ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മൾ ഗുഡ്സിനും സർവീസിനും കൊടുക്കുന്ന ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ് ISO, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഗുഡ്സിനും നമ്മുടെ പ്രോഡക്റ്റിനൊക്കെ കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ആണ്, ഒരു സ്റ്റാൻഡേർഡ് ആണ്. എന്തെന്ന്? ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ് ISO. അപ്പോൾ ISOയുടെ അഭിപ്രായത്തിൽ ISO 9000 അക്കോർഡിംഗ് ടു ISO 9000 അവരെന്താ പറയുന്നത്? ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് ക്വാളിറ്റി കൺട്രോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ISO 9000 defines quality control as a part of quality management. ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് എന്ത്? ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ, Quality control. ഓക്കെ ആണോ അത്? Then, hospital quality management refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards so that the hospital function in screen clear alla adu. Okay, okay. Hospital quality management refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards so that the hospital function in a desirable conditions. Okay. അതിലെന്താ പറയുന്നത്? ഒരു ഹോസ്പിറ്റൽസിന് പലതരത്തിലുള്ള ക്വാളിറ്റി മെഷേഴ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവയെല്ലാം പ്രയോഗിച്ച ഹോസ്പിറ്റൽ, ഇവയെല്ലാം യൂസ് ചെയ്ത ഹോസ്പിറ്റൽ എങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സിനെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് ഹോസ്പിറ്റലിന്റെ മൊത്തം പ്രവർത്തനത്തെ, ടോട്ടൽ ഫംഗ്ഷനിങ്ങിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഓക്കെ, ഹോസ്പിറ്റലിന്റെ മൊത്തം പ്രവർത്തനത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നതിനെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയോ അത്രയും? Yes, teacher. വാട്ട്സ് നെക്സ്റ്റ്? റിജു ഒന്ന് സ്ക്രോൾ ചെയ്യാവോ സ്ക്രീൻ? ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു, കുറച്ചുകൂടി മുകളിലോട്ട്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ ഇതിന് മുൻപുള്ള പാരഗ്രാഫ്, ഫസ്റ്റ് പേജിലെ ലാസ്റ്റ് പാര.
ഓക്കെ, ജസ്റ്റ് ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കട്ടോ. അപ്പൊ ക്വാളിറ്റി മാനേജറിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, the quality manager in hospital must support the quality assurance program cell at the hospital and be responsible for working out and establishing quality procedures, standards and specifications in hospital. He or she must pursue quality improvement in hospital quality management responsibilities. നോക്കാം. ഓക്കെ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ സപ്പോർട്ട് ചെയ്യുക? ഓക്കെ, എന്താണ് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്വാളിറ്റി അഷുറൻസ് അല്ലെ. അപ്പൊ അതിനൊരു സെല്ലുണ്ട്, ആ സെല്ലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ എന്താണ് ഹോസ്പിറ്റലിലെ ഗുണമേന്മയുള്ള നടപടികൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉയർത്തുന്നതിന് വേണ്ടി ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആരാണ്? റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഓക്കെ, ക്വാളിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ക്വാളിറ്റി മാനേജർക്കാണ്, ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർക്കാണ്. ഓക്കെ, ദെൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം, റിപ്പോർട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ ഇത്? ജാസ്മിൻ, ഷാരോൺ, ക്ലിയർ ആണോ ഇത്? Yes, If teacher. it's clear, just put thumb. Okay, thumb ചെയ്യാവോ ക്ലിയർ ആയെങ്കിൽ? Okay, next we are going to discuss key job responsibilities. Okay, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ക്വാളിറ്റി മാനേജറിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ കീ ജോബ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ. എന്തൊക്കെയാണ്? ഡയറ്റ്, ഭക്ഷണക്രമത്തെ കുറിച്ച്, സെക്യൂരിറ്റി, സുരക്ഷയെ കുറിച്ച്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആണ്, അതെങ്ങനെ തടയാന്നതിനെ കുറിച്ചൊക്കെ. ദെൻ ഗുഡ് ക്വാളിറ്റി എൻഷുർ ചെയ്യണം. ഓക്കെ, ഗുഡ് ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് ഉറപ്പാക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ ensuring clean background OPD, outpatient department. Okay, OPD areas, outpatient department areas, wards, labor room, OT, operation theatre and patient facilities and outsourced services. അപ്പോൾ ക്ലീൻ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എവിടേക്ക്? ഓപ്പറേഷൻ തിയേറ്റർ ഏരിയാസും ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസും ലേബറും വാർഡ് എല്ലായിടത്തും ക്ലിയർ ആണെന്ന്, ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഉറപ്പാക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, then what's next? Then periodical assessment of hospitals on quality checklist and arrive at a source score for the facility. Okay, periodical കാലത്തിനനുസരിച്ച് അസസ് ചെയ്യുക. ഹോസ്പിറ്റൽ ക്വാളിറ്റീസിനെ അസസ് ചെയ്തിട്ട് ഓരോ ഫെസിലിറ്റിക്കും ഒരു സ്കോർ നൽകുക. ഓക്കെ, ഹോസ്പിറ്റൽസിലെ ക്വാളിറ്റീസ് ചെക്ക് ചെയ്തിട്ട് ഓരോ ഫെസിലിറ്റിക്കും എന്ത് ചെയ്യണം? ഒരു സ്കോർ ചെയ്യേണ്ടത് ആരാണ്? സ്കോർ നൽകേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഇവിടെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? എൻഷുറിംഗ് ഗുഡ്, എന്തൊക്കെയാണ് ഉറപ്പുവരുത്തുന്നത്? ക്വാളിറ്റി ഉറപ്പുവരുത്തണം അല്ലേ? അതിനെന്തായിരുന്നു? എൻഷുറിംഗ് ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടേക്ക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസ്, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ മുതലായ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ജാസ്മിൻ? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? നമ്മുടെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദെൻ അതിനെ അസസ് ചെയ്യുക. ഹോസ്പിറ്റൽ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അസസ് ചെയ്തിട്ട് അതിന് സ്കോർ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതും ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ വാട്ട്സ് നെക്സ്റ്റ്?
Identification of gap, evolve action plan on the advice of in charge of the hospital and monitor compliance. എന്താണ് അതിൽ പറയുന്നത്? ഓക്കെ, identification of gap, evolve action plan on the advice of in charge of the hospital and monitor compliance. ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ അഡ്വൈസ് പ്രകാരം ആക്ഷൻസ് പ്ലാൻസ് രൂപീകരിക്കേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻചാർജ്. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ ഇൻചാർജ് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരം ആക്ഷൻസ് പ്ലാൻസ് രൂപീകരിക്കേണ്ടതും കംപ്ലൈന്റ് മോണിറ്റർ ചെയ്യേണ്ടതും, ഒരു കംപ്ലൈന്റുകൾ മോണിറ്റർ ചെയ്യേണ്ടതും നിരീക്ഷിക്കേണ്ടതും, കംപ്ലൈന്റുകൾ നിരീക്ഷിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ക്വാളിറ്റി മാനേജറിന്റെ, ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയും ക്ലിയർ ആയോ? Yes, teacher. Okay. Then what's next? Facilitate conduct of meeting connected with quality certification. What? Facilitate conduct of meeting connected with quality certifications. എന്താണ്? ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ, ക്വാളിറ്റി സർട്ടിഫിക്കേഷന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നടത്തുന്നതിന് സൗകര്യമൊരുക്കേണ്ടത് ആരാണ്? ഗുണനിലവാര സർട്ടിഫിക്കറ്റ്, അതായത് ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, then what's next? Ensuring that the hospital meets all regulatory compliances like waste BMW, waste management, blood bank storage licenses, radiation licenses. Okay, waste management അല്ലെങ്കിൽ then blood bank സ്റ്റോറേജിലെ തുടങ്ങിയവ, ആ കാര്യങ്ങളിലുള്ള നിയന്ത്രണങ്ങളെല്ലാം ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, വേസ്റ്റ് മാനേജ്മെന്റ് ആയിരിക്കാം. ദെൻ എന്താണ്? ബ്ലഡ് ബാങ്ക്, അല്ലെ? ബ്ലഡ് ബാങ്ക് അറിയാം, അതിന്റെ ലൈസൻസ്. ഓക്കെ, ദെൻ റേഡിയേഷൻ ലൈസൻസ്, ഇവയുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണങ്ങളെല്ലാം ഹോസ്പിറ്റൽസ് പാലിക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എനി ഡൗട്ട്? No, teacher. ഷാരോൺ? ഓക്കെ, keep a record of non-functional equipments and timelines for its repair along with AMC for all equipments. എന്താ അതിൽ പറയുന്നത്? പ്രവർത്തനക്ഷമമല്ലാത്ത, എന്താ ജാസ്മിൻ? എനി ഡൗട്ട്? No, teacher. ഓക്കെ, അപ്പൊ പ്രവർത്തനക്ഷമമല്ലാത്ത എല്ലാ ഉപകരണങ്ങളും അതിന്റെ രേഖയും അതിന് റിപ്പയറിന് വേണ്ടി വരുന്ന സമയവും എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത് ആരാണ്? ഓക്കെ, എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത്, സൂക്ഷിക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് ഡിവൈസസ് ഉണ്ട്, പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ട്, അല്ലെ? അതിൽ ചിലപ്പോ ഉപയോഗക്ഷമമല്ല, അതല്ല, പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങൾ ഉണ്ടാവും, പ്രവർത്തിക്കാത്ത ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കാം ഹോസ്പിറ്റൽസിൽ. അപ്പൊ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിനെ കണ്ടെത്തി അവയെ റിപ്പയർ ചെയ്യാനായിട്ട്, അവയ്ക്ക് വേണ്ട സമയം കണ്ടെത്താനായിട്ട്, ഓക്കെ, റിപ്പയർ ചെയ്യാനായിട്ട് ഉള്ള അതിനു വേണ്ട അതിന്റെ രേഖകളൊക്കെ റെക്കോർഡൊക്കെ സൂക്ഷിക്കേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, then what's next? Planning and workout procedures towards upliftment, preventive maintenance of equipment and vehicles and modernization of hospitals. പിന്നെന്താ പറയുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ നവീകരണം. ഓക്കെ, ഹോസ്പിറ്റൽ നവീകരിക്കുക. ഓക്കെ, ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്?
ഇതും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ അതിന്റെ എക്യുപ്മെന്റ്സിന്റെയും അല്ലെങ്കിൽ വാഹനങ്ങൾ ഓക്കെ അല്ലെങ്കിൽ പ്രതിരോധ അറ്റകുറ്റപ്പണികൾ ധാരാളം ഹോസ്പിറ്റൽസിൽ എന്താ പറയാ ധാരാളം പണികൾ ഉണ്ടാവാം അല്ലേ? ഡെയിലി എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടാകാം, റിപ്പയർ ഉണ്ടാകാം. ഓക്കെ, പിന്നെ വാഹനങ്ങൾ ഓക്കെ ഇതിന്റെയൊക്കെ ആശുപത്രികളുടെ ഹോസ്പിറ്റൽസിന്റെ മോഡേൺ നവീകരണം, പുതുക്കി പണിയുക അല്ലെ, ബിൽഡിങ്സ് നവീകരിക്കുക. ഓക്കെ, ഇതൊക്കെ എന്നിവയ്ക്കായി നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതും അവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ്, to install on virtual grievances redressal system both for okay system okay Sharon എന്താ പറയുന്നത്? to install on virtual grievances redressal system both for quality മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽസിൽ ഇപ്പൊ കംപ്ലൈൻസ് ഉണ്ടാകാം അല്ലെ, പലതരത്തിലുള്ള കംപ്ലൈൻസ് ഉണ്ടാകാം അവർക്ക്. അപ്പോൾ അത്തരത്തിലുള്ള കംപ്ലൈൻസ് പരാതി പരിഹാര സംവിധാനങ്ങൾ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഈ റോള് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് എന്താണ്? സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS and KPI key performance indications and report actions taken. എന്താണ്? ഹോസ്പിറ്റൽസിലെ നമ്മുടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെയും അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേഷൻ അതിൻ്റെയൊക്കെ എന്നിവയെ ശക്തിപ്പെടുത്തേണ്ടത്, അവയ്ക്ക് നടപടി എടുക്കേണ്ടതും അത് ശക്തിപ്പെടുത്തേണ്ടതും അതിനുവേണ്ടി റിപ്പോർട്ട് ചെയ്യേണ്ടതും ആരാണ്? നമ്മുടെ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസ്. MIS മീൻസ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇതിന്റെ ബേസിലാണ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കുന്നത്. കീ പെർഫോമൻസ് ഇൻഡിക്കേഷൻ മീൻസ് അവർക്ക് ഓരോ ഒബ്ജക്റ്റീവ്, ഓരോ ടാർഗറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ടാർഗറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആവശ്യമായ ഹെൽപ്പുകളൊക്കെ ഓർഗനൈസേഷനെ ഹെൽപ്പുകളൊക്കെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഓർഗനൈസേഷനെ ബെറ്റർ ആക്കാനായിട്ട് ഡിസിഷൻ മേക്കിംഗ് ബെറ്റർ ഡിസിഷൻ എടുക്കാൻ ഈ ഇൻഡിക്കേഷൻ കീ പെർഫോമൻസ് ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിനേക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിറ്റി മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഓക്കെ ആണോ ജാസ്മിൻ, ഷാരോൺ? Yes, teacher. ക്ലിയർ ആയോ ആ പോയിന്റ്? Then coordinate in assessing authority. ഒരു അസസിംഗ് അതോറിറ്റി കോർഡിനേറ്റ് ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. Then ensure the employees education on the quality standards. ഓക്കെ, ജീവനക്കാർക്ക് ഗുണനിലവാരമുള്ള നോളജ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിനും ജീവനക്കാർക്ക്
അവർക്ക് ഗുണനിലവാരമുള്ള എഡ്യൂക്കേഷൻസ് നോളജ് പ്രൊവൈഡ് ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. 13th last one is responsible to frame and arrange the hospital committees. Okay, hospital committees രൂപീകരിക്കുന്നതും ക്രമീകരിക്കുന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? അതിനും നമ്മുടെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ ഇൻ ഷോർട്ട് എങ്ങനെയാണ്? ചുരുക്കി പറഞ്ഞ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഹോസ്പിറ്റലിലുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ ജാസ്മിൻ, ഷാരോൺ? ഓക്കെ ഓക്കെ ഓക്കെ. Then next ആണ് quality certification in hospital. What is quality certification in hospital? Quality certification in process for improving patient contentment and enhancing quality standards across the Okay, Sharon. Okay, next discuss quality certification in hospital. Quality certification process for improve patient contentment and ഹോസ്പിറ്റലിലുടനീളം രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോസസ് ആണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? Then റിജു ആ ലാസ്റ്റ് ഇതൊന്ന് കാണിക്കാവോ? സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? സ്ക്രീൻ സ്ക്രോൾ ചെയ്യാവോ? Quality certification in hospital. ടോപ്പിലുള്ള മാനേജ്മെന്റ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സിഇഒ അല്ലേ? എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് സിഇഒ എന്നറിയപ്പെടുന്നത്. ദെൻ മെഡിക്കൽ സൂപ്രണ്ടന്റ്, മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽസ്. ഓക്കെ, മെഡിക്കൽ സൂപ്രണ്ടന്റ് രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിഇഒ ആൻഡ് മെഡിക്കൽ സൂപ്രണ്ടന്റ്. ദെൻ ക്വാളിറ്റി മാനേജർ. ഓക്കെ, അത് ആ സ്ട്രക്ചർ വന്നാലാണ് ക്ലിയർ ആവുള്ളൂ കുറച്ചുകൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും വരെ എന്താണ് അത് ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, അപ്പൊ അവിടെ വരെ ക്ലിയർ ആണോ? നമുക്ക് ഒന്നുകൂടി ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഐ മീൻ ഇത്രയും മതിയോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മതിയോ? സ്ക്രീനിൽ അത് വിസിബിൾ അല്ല, അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവുള്ളൂ. ഓക്കെ ഓക്കെ മിസ്. അപ്പൊ എന്തായിരുന്നു ക്വാളിറ്റി അഷുറൻസ്?
ഷാരോൺ എന്ന് പറയാമോ? എന്തായിരുന്നു ക്വാളിറ്റി? It is a part of quality management. എന്തായിരുന്നു ക്വാളിറ്റി അഷ്വറൻസ്? It is a part of quality management. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു Quality പാർട്ടാണ് assurance അല്ലേ? is a part of quality management. അതെ. നമ്മുടെ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റിന് പലതരം റിക്വയർമെന്റ്സ് ഉണ്ട്. റിക്വയർമെന്റ്സിലേക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് ക്വാളിറ്റി അഷ്വറൻസ്. ഓക്കെ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ജാസ്മിൻ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. It's an ongoing response to quality evaluation to enhance the നമുക്കറിയാം ക്വാളിറ്റിക്ക് മെച്ചപ്പെടുത്തണം ഹോസ്പിറ്റൽസ്. അതെ, പറഞ്ഞോളൂ. which services are QI. ഓക്കെ, QI ഇംപ്രൂവ്മെന്റ്. ഓക്കെ, services are given to the consumers. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ പറഞ്ഞു അല്ലേ, എപ്പോഴും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? Yes, teacher. വേണ്ടേ? ഗുണമേന്മ മെച്ചപ്പെടുത്തൽ അല്ലെ? നിങ്ങള് ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ സർവീസിന്റെ ക്വാളിറ്റീസ് എങ്ങനെ മെച്ചപ്പെടുത്താം, അതാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ ജാസ്മിന്? എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ ആ ക്വാളിറ്റി, ആ സർവീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാമെന്നാണ് അതിൽ പറയുന്നത്. ക്ലിയർ ആണോ? വാട്ട് ഈസ് TQM? ഷാരോൺ, TQM എന്താണ്? TQM Total quality management. Total quality ടോട്ടൽ management. ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ് അതിൽ പറയുന്നത്? അതെന്താണ് പറയുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ എന്താ പറയുന്നത്? System of management. ടോട്ടൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനത്തിന് എല്ലാ മേഖലകളും ഹോസ്പിറ്റലിന് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ, പല ഫങ്ഷൻസ് ഉണ്ട്. എല്ലാ ഫങ്ഷൻസിന്റെയും പ്രോപ്പർ ആയിട്ടല്ല, എല്ലാ ജോലികളും പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത് ഓരോ വർക്കേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് ഓരോ വർക്കേഴ്സും കമ്മിറ്റഡ് ആണ് അല്ലെ? അപ്പൊ ഈ പ്രിൻസിപ്പളിന്റെ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ്, മാനേജ്മെന്റ് സംവിധാനമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആയോ ഷാനോ? TQM. ക്ലിയർ ആയിരുന്നു. നെക്സ്റ്റ് എന്താണ്? ടോട്ടൽ ക്വാളിറ്റി കെയർ. ഓക്കെ, നമ്മളെ കൊണ്ട് കഴിയുന്ന ഐ മീൻ സർവീസ്, ഏറ്റവും മെച്ചപ്പെട്ട സർവീസ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുക അല്ലേ? ഏറ്റവും ക്വാളിറ്റി ഉള്ള സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, വാട്ട് ഈസ് ക്വാളിറ്റി കൺട്രോൾ? എന്തായിരുന്നു ക്വാളിറ്റി കൺട്രോൾ? എന്തായിരുന്നു ക്വാളിറ്റി കൺട്രോൾ? ജാസ്മിൻ, It's a procedure ക്വാളിറ്റി or കൺട്രോൾ set of procedures. എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? It is a procedure or medical service. ഗുണമേന്മ നിയന്ത്രണം എന്നായിരുന്നു ഗുണമേന്മ. സോറി,
അതെ, ഒരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ നമ്മൾ കൊടുക്കുന്ന എല്ലാ സർവീസും ഒരു മെഡിക്കൽ ചെയ്ത് ഉപഭോക്താവിന്റെ ആവശ്യം ഇതാണ് കൺട്രോൾ പറയുന്നത്. പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിച്ചുകൊണ്ട് ആ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക. ഓക്കെ, നമ്മുടെ ISO 9000 എന്താ പറയുന്നത്? ക്വാളിറ്റി റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കൺട്രോൾ ഫുൾഫിൽ ചെയ്യുന്ന ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, then what's responsibility quality manager ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിന്റെ ജോബ് എന്താണ്? ജാസ്മിൻ Yes, teacher. ensuring good quality. ഓക്കെ, നമുക്ക് സെക്യൂരിറ്റി ഡയറ്റ് ഓക്കെ, അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ എന്താണ് ഔട്ട് പേഷ്യന്റ് ഡൗട്ട് No, ഉണ്ടോ teacher. ജാസ്മിൻ? ജാസ്മിൻ പറഞ്ഞത് ക്ലിയർ ആയില്ലായിരുന്നു. Doubt ഇല്ല ടീച്ചർ, ഡൗട്ട് ഇല്ല. എന്തെങ്കിലും ഡൗട്ട് ആണോ? ഇല്ല ടീച്ചർ, ഇല്ല. ബ്രേക്കായി പോകുന്നു കുറച്ച്, അതുകൊണ്ടാണ്. നമ്മള് ഗുഡ് ക്വാളിറ്റി ഓക്കെ ഗുഡ് ക്വാളിറ്റി എൻഷുർ ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫുഡ് ക്വാളിറ്റി മാനേജറാണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, വാർഡ്, ലേബർ റൂം, ക്ലീൻനെസ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് എൻഷുർ ചെയ്യേണ്ടത് ക്വാളിറ്റി മാനേജറാണ്. ദെൻ ഹോസ്പിറ്റൽ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് അസസ് ചെയ്തിട്ട് ക്വാളിറ്റി മാനേജറാണ്. അഡ്വൈസ് പ്രകാരം ഒരു ആക്ഷൻ പ്ലാൻ എടുക്കാൻ കംപ്ലൈൻസ് മോണിറ്റർ ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്വാളിറ്റി മീറ്റിംഗ്സ് ഇതിനുള്ള സൗകര്യം ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. Ensuring that the hospital meet all regulatory compliances like safety management, radiation licensമായി ബന്ധപ്പെട്ട എല്ലാം അതെല്ലാം എൻഷുർ ചെയ്യേണ്ടത് ആരാണ്? ഇവിടെ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, then എന്തായിരുന്നു? കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ്സ്. പ്രവർത്തനക്ഷമമല്ലാത്ത എക്യുപ്മെന്റ്സിന്റെ അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് ചെയ്യുക.
റിപ്പയർ ചെയ്യണം അല്ലെ, പ്രവർത്തനക്ഷമമല്ലാത്ത എക്യുപ്മെന്റ്സ് ഒക്കെ റിപ്പയർ ചെയ്യണം. അതിന് സമയം റെക്കോർഡ് ചെയ്തത് ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? പ്ലാനിങ് ആൻഡ് വർക്ക് ഔട്ട് ഓഫ് പ്രൊസീജിയേഴ്സ് പ്രിവെന്റേറ്റീവ് മെയിൻ്റനൻസ് എക്യുപ്മെന്റ് ആൻഡ് വെഹിക്കിൾസ്. ഓക്കെ, എക്യുപ്മെന്റ്സിന്റെയും അല്ലെങ്കിൽ വെഹിക്കിൾസ്, വാഹനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കും ഹോസ്പിറ്റൽസിൽ അല്ലേ. അതിന്റെ ആശുപത്രികൾ ഹോസ്പിറ്റൽസ് നവീകരിക്കല്, പുതുക്കിപ്പണി, ഇതിന്റെയൊക്കെ എന്നിവയ്ക്ക് വേണ്ട നടപടിക്രമം സ്വീകരിക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ പോളിസി പരാണ്. ദെൻ നെക്സ്റ്റ് സ്ട്രെങ്തൻ ചെയ്യണം എന്തെല്ലാം? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെയും കീ പെർഫോമൻസ് ഇൻഡിക്കേഷൻസ്. ഓക്കെ, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതും ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അസസിംഗ് അതോറിറ്റിയെ കോർഡിനേറ്റ് ചെയ്യേണ്ടതും ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. ദെൻ ഓക്കെ, ജീവനക്കാർക്ക് എഡ്യൂക്കേഷൻസ്, ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ എംപ്ലോയീസിനെ ഉറപ്പുവരുത്തേണ്ടതും എൻഷുർ ചെയ്യേണ്ടതും ക്വാളിറ്റി മാനേജറാണ്. ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിനെന്താണ്? ഹോസ്പിറ്റൽ കമ്മിറ്റീസ് രൂപീകരിക്കുന്നതും അത് ക്രമീകരിക്കുന്നതും നമ്മുടെ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ലാസ്റ്റ് വന്നായിരുന്നു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് താഴെ. സ്ക്രീനിൽ അത് കാണാൻ കഴിയത്തില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയറാ മിസ്സേ. ക്ലിയർ ആണോ ജാസ്മിൻ, ഷാരോൺ? നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. യെസ് ടീച്ചർ, ക്ലിയർ ആണ്. റെസ്പോണ്ട് ചെയ്യാവോ? ജാസ്മിൻ, ഷാരോൺ? ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, Okay, teacher. Thank you.